നമസ്കാരം. ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് അമേരിക്ക. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളും ശക്തി ക്ഷയിച്ച് പിന്നോട്ട് വലിഞ്ഞതോടെ ലോകത്തെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ അമേരിക്കയെ ചോദ്യം ചെയ്യാൻ മറ്റൊരു രാജ്യം പോലുമില്ല. ചൈന ബദലായി വളർന്നു വരുന്നു എന്ന ആശങ്ക ഒഴിച്ചു നിർത്തിയാൽ അമേരിക്കയുടെ സർവാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള ആരുമില്ല എന്നതാണ് വാസ്തവം. അമേരിക്ക എടുക്കുന്ന നിലപാടുകൾ അവരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ, അവരുടെ സമ്പദ് വ്യവസ്ഥയെ ഉറപ്പിച്ചു നിർത്താനുള്ളതാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അവർക്ക് പുറത്തുള്ളതുകൊണ്ട് പുറമെ നേതാക്കൾ മാറുന്നതനുസരിച്ചുള്ള മര്യാദ കാണിക്കാറുണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ അമേരിക്കയുടെ നിലപാട് എക്കാലത്തും ഒന്ന് തന്നെയായിരുന്നു. ട്രംപിന് ആ മര്യാദയില്ല എന്ന് മാത്രം. അകത്ത് അമേരിക്ക എങ്ങനെയാണോ അങ്ങനെ തന്നെ ട്രംപ് പുറത്ത് കാണിക്കുന്നു എന്ന് മാത്രം. ആ പിടിവാശിയാണ്, അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള നിർബന്ധ ബുദ്ധിയാണ് റഷ്യയോട് കൈകോർക്കുന്നതും യുക്രൈനെ തേച്ചൊട്ടിച്ചതുമൊക്കെ. ട്രംപ് ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് എന്നത് മറക്കരുത്. ട്രംപിന്റെ വലങ്കയായി അടുത്ത 4 വർഷം അമേരിക്കയെ നിയന്ത്രിക്കാൻ എത്തിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും സമ്പന്നനായ എലൻ മസ്ക് ആണ്. ടെക്നോളജിയിലും സോഷ്യൽ മീഡിയയിലും മസ്കിനുള്ള സ്വാധീനം മറ്റാർക്കുമില്ല എന്നതാണ് വാസ്തവം. ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ തന്നെ മസ്കിന്റെ മൂല്യം ഇരട്ടിയിലേറെ വർദ്ധിച്ചു. എന്നാൽ അവിടെയൊന്നും മസ്കിന്റെ സ്വപ്നങ്ങൾ അവസാനിക്കുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ കൺസ്യൂമർ വിപണികളിൽ ഒന്നായ ഇന്ത്യയെ ട്രംപിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വരുതിയിലാക്കാനുള്ള ശ്രമം തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ മസ്ക് ആരംഭിച്ചിരുന്നു. അതുകൊണ്ടാണ് മസ്ക് പലതവണ ഇന്ത്യയിൽ വന്ന് പോയിട്ടും നിക്ഷേപം നടത്തുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്തില്ല. കാരണം മസ്കിന്റെ ഏറ്റവും വലിയ ബിസിനസ് സംരംഭം എന്ന് പറയുന്നത് ടെസ്ലയാണ്. ടെസ്ല എന്ന് പറയുന്നത് ഒരു സ്വപ്ന കാർ തന്നെയാണ്. നമുക്കൊക്കെ അറിയാം, ലോകത്തിന് വലിയ വിപ്ലവം കൊണ്ടുവന്ന വാഹനമാണ് ടെസ്ല. ഇലക്ട്രിക് കാർ വിപണിയിലെ തുടക്കക്കാർ ടെസ്ലയാണ്. ടെസ്ലയുടെ ഡിസൈനും അതിൻ്റെ എഞ്ചിനീയറിംഗ് പെർഫെക്ഷനും സമാനതകളില്ലാത്തതാണ്. ഇലക്ട്രിക് കാറുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് അതിവേഗത്തിൽ ആക്സിലേറ്റർ ചെയ്യാൻ കഴിയും. അതിമനോഹരം ഇന്റീരിയർ ഡിസൈൻ, ദീർഘനേരം ചാർജ് നിലനിൽക്കുന്നത് അടക്കമുള്ള ഒരുപാട് സവിശേഷതകൾ ഉള്ളതുകൊണ്ട് തന്നെ ടെസ്ല ഒരു അഭിമാന ബ്രാൻഡായി മാറി. മൊബൈൽ ഫോണിൽ ആപ്പിൾ എങ്ങനെയാണോ അങ്ങനെയാണ് ഇലക്ട്രിക് കാർ വിപണിയിൽ ടെസ്ല. എന്നാൽ ടെസ്ല ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുകയോ നിർമ്മിക്കുകയോ ചെയ്തിരുന്നില്ല. അതിന്റെ കാരണം ഇന്ത്യയിലെ ആഭ്യന്തര കാർ വിപണിയിലെ ഇറക്കുമതി ചുങ്കമാണ്. 115% ഇന്ത്യയിലെ ഇലക്ട്രിക് കാറുകളുടെ ഇറക്കുമതി ചുങ്കം. എന്ന് വെച്ചാൽ 50 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറ് വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ 55 ലക്ഷം രൂപ നികുതി അടയ്ക്കണം. എന്ന് വെച്ചാൽ 1,05 ലക്ഷം രൂപ കാറിന്റെ വില മാത്രമാകും. ഇറക്കുമതി ചെലവും മറ്റു ചെലവുകളും വേറെ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തേക്ക് വിദേശ കാറുകൾ എത്തുന്നത് വളരെ കുറവാണ്. എത്ര പണം കൊടുത്താലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന അതിസമ്പന്നർ മാത്രമാണ് വിദേശ കാറുകൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇപ്പോൾ വിപണിയിലുള്ള ടൊയോട്ടയുടെ ഫോർച്യൂണിന് 60-65 ലക്ഷം രൂപ കൊടുക്കണം. എന്നാൽ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള റേഞ്ച് റോവറിന് ബ്രിട്ടനിൽ അത്രയും ചെലവില്ല. അതാണ് തുക വ്യത്യാസം. ഒരു കാര്യം ഓർക്കണം, ബ്രിട്ടനിലെയും അമേരിക്കയിലെയും ഒക്കെ വരുമാനം വെച്ച് നോക്കുമ്പോൾ വലിയ അന്തരമാണ്. ബ്രിട്ടനിൽ 1 മണിക്കൂർ എന്ത് പണിയെടുത്താലും മിനിമം സാലറി, അതായത് കൂലിപ്പണിയെടുത്താലും വേസ്റ്റ് പറക്കിയാലും എന്ത് പണിയെടുത്താലും മിനിമം സാലറി 12 പൗണ്ടാണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് 1300 രൂപയാണ് ഒരു മണിക്കൂറിന് കിട്ടുന്നത്. 10-11 മണിക്കൂർ ജോലി ചെയ്താൽ 15,000 രൂപ ശമ്പളം കിട്ടും ബ്രിട്ടനിൽ. ആ ബ്രിട്ടനിൽ 50-60 ലക്ഷം രൂപ കൊടുത്താൽ റേഞ്ച് റോവറോ മെഴ്സിഡസോ BMW ഒക്കെ വാങ്ങാം. ഇനി അവിടുത്തെ സെക്കൻഡ് ഹാൻഡ് വിപണിയെ കുറിച്ച് ഓർക്കുക. ഒരു കാറ് ഒരാൾ വാങ്ങി 1-2 മാസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ പകുതിയായി വില താഴും. എന്നാൽ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു വില താഴ്ചയില്ല എന്ന് മാത്രമല്ല, അവിടെ 50-60 ലക്ഷം രൂപ വിലയുള്ള കാറിന് ഇവിടെ 3 ഇരട്ടി വിലയാണ്. ഇവിടുത്തെ വരുമാനവും ദിവസം 200-250 രൂപ മാത്രം. അവിടെ ഒരു ദിവസം 15,000 രൂപ ശമ്പളമുള്ളപ്പോൾ ഇവിടെ ഒരു ദിവസത്തെ കൂലി 200 രൂപയാണ്. പക്ഷെ കാറിന്റെ വില ഇത്രയും വ്യത്യാസമാണ്. ആഭ്യന്തര വിപണിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഇറക്കുമതി ചുങ്കത്തോട് സമരസപ്പെട്ടുകൊണ്ട് വിദേശ ബ്രാൻഡുകൾ ഇവിടേക്ക് കാർ കൊണ്ടുവരാറുണ്ട്, വില കൂടിയവരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട്. അങ്ങനെയാണ് BMW, മെഴ്സിഡസും അടക്കമുള്ള വലിയ ബ്രാൻഡുകൾ ഇവിടെ ഓടുന്നത്. എന്നാൽ ടെസ്ല അതിനൊരുക്കമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മസ്ക് ഇവിടെ വന്നു പോയതല്ലാതെ വിപണിയിലേക്ക് കാർ കൊണ്ടുവന്നില്ല. കേരളത്തിൽ ആദ്യമായി ഒരു ടെസ്ല എത്തുന്നത് കഴിഞ്ഞ ദിവസം ജെയിൻ യൂണിവേഴ്സിറ്റി ഫ്യൂച്ചർ സമ്മിറ്റിലാണ്. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കേരള തലവനായ ടോം ജോസഫ് എന്ന തൊടുപുഴക്കാരൻ ബ്രിട്ടനിൽ ഉപയോഗിക്കുന്ന കാറ് 6 മാസത്തേക്ക് കൊണ്ടുവന്നതാണ്. ആ കാർ ഇവിടെ കൊണ്ടുവരുന്നതിന് ഏതാണ്ട് 50 ലക്ഷം രൂപയോളം ചെലവായിട്ടുണ്ട്. ഓർക്കണം, 6 മാസം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് കൊണ്ട് ടാക്സ് ഇല്ല. എന്നിട്ട് കൂടി
കാർഗോ അടക്കം, അതുപോലെ ഇതിൻ്റെ ലൈസൻസ് എടുക്കുന്നത് അടക്കമുള്ള ചെലവാണ് പറയുന്നത്. അത്രയും കുഴപ്പം പിടിച്ചതാണ് ഇവിടെ വിദേശക്കാർ ഇറക്കുമതി ചെയ്യുന്ന വിപണിയുടെ അവസ്ഥ. എന്നാൽ അതിനൊക്കെ മാറ്റം വരാൻ പോവുകയാണ്. മോദി അമേരിക്കയിൽ പോയി ട്രംപിനെ മാത്രമല്ല എലൻ മസ്കിനെയും കണ്ട് ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യയുടെ ഇറക്കുമതി ചുങ്കം കുറച്ചേ മതിയാവൂ എന്ന് ട്രംപ് വാശി പുലർത്തി. ട്രംപിന്റെ ലക്ഷ്യം തന്നെ അമേരിക്കൻ വിപണിയെ വിപുലപ്പെടുത്തുകയാണ്. ഇന്ത്യ പോലെ വലിയൊരു വിപണിയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇടം കൊടുത്തേ മതിയാവൂ എന്ന വാശിയിലാണ് ട്രംപ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇറക്കുമതി ചുങ്കത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കണം എന്ന് നിർബന്ധിച്ചത്. ട്രംപും മസ്കുമായി മോദി ചർച്ച നടത്തി ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഗണ്യമായി വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 110% നിന്നും വെറും 15% നികുതി കുറയ്ക്കും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെയൊരു നികുതി കുറവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? 110%, അത് 15% കുറയുന്നു. അതിന് ചില നിബന്ധനകളുണ്ട്. ഇലക്ട്രിക് കാറുകൾക്ക് മാത്രമായിരിക്കും ഇത് ബാധകമാവുക. മാത്രമല്ല 2 വർഷം കൊണ്ട് ടേൺ ഓവർ 2500 കോടിയാവണം. 4-ാം വർഷമാകുമ്പോഴേക്കും 5000 കോടിയും 5-ാം വർഷമാകുമ്പോഴേക്കും 7500 കോടിയും ടേൺ ഓവർ ഉള്ള കമ്പനിക്ക് മാത്രമേ സാധിക്കൂ. മാത്രമല്ല 4150 കോടി രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ആനുകൂല്യം കിട്ടൂ. ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തത് ആവാൻ പാടില്ല, പുതിയ ഇൻവെസ്റ്റ്മെന്റ് ആവണം, സ്ഥലമടക്കമുള്ള അസറ്റുകളുടേത് ഉൾപ്പെടുത്തുകയുമില്ല. ഇത്തരം നിബന്ധനകളൊക്കെ വയ്ക്കുന്നത് ടെസ്ലയ്ക്ക് മാത്രം ആനുകൂല്യം കിട്ടാൻ വേണ്ടിയാണ് എന്ന ആരോപണമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ പാലിക്കാൻ ടെസ്ലയ്ക്ക് മാത്രമേ കഴിയൂ. ടെസ്ലയുടെ ഒരു ബ്രാൻഡുണ്ട്, ആ ബ്രാൻഡിന് ഇവിടെ വലിയ വിപണിയുണ്ട്. ഇത്രയധികം വിറ്റുവരവ് ഉണ്ടാക്കാൻ ടെസ്ലയ്ക്ക് സാധിക്കും. മാത്രമല്ല $35,000 കൂടുതൽ വിലയുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ആനുകൂല്യം കിട്ടൂ. എന്ന് വെച്ചാൽ 30 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള കാറുകൾക്ക് ആനുകൂല്യം കിട്ടൂ, അല്ലാത്ത കാറുകൾക്ക് കിട്ടില്ല. ഈ നിബന്ധനകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത്രയധികം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇത്രയധികം വിലയുള്ളത്, ഇത്രയധികം സൗകര്യങ്ങളുള്ളത്, ഇത്രയധികം ടേൺ ഓവർ ഉള്ളതൊക്കെ ടെസ്ലയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് വ്യക്തമാണ്. അതായത് ടെസ്ലയ്ക്ക് വേണ്ടി ഏകപക്ഷീയമായി ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കാനുള്ള ധാരണയിലാണ് മോദി അവിടെ ചെന്നപ്പോൾ എത്തിയത് എന്ന് വ്യക്തം. അതിൻ്റെ രാഷ്ട്രീയം എന്തുമാവട്ടെ, അതിൻ്റെ സാമ്പത്തികം എന്തുമാവട്ടെ, വില കൂടിയ വിദേശ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ലോട്ടറിയാണ്. 50-60 ലക്ഷം രൂപ മുടക്കിയാൽ ടെസ്ല കാർ വാങ്ങി യാത്ര ചെയ്യാൻ കഴിയും എന്ന് വെച്ചാൽ അതെങ്ങനെ മോശമാവും? അതും ഇലക്ട്രിക് കാറ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒരു ഇടത്തരം കാർ എന്ന് പറയുന്നത്, ഇന്നോവയ്ക്കും കാർണിവലിനും ഒക്കെ മുകളിലുള്ള കാർ എന്ന് പറയുന്നത് ഫോർച്യൂണറും എൻഡവറുമാണ്. ഈ 2 കാറുകളുടെയും ഇപ്പോഴത്തെ വില 60-65 ലക്ഷം രൂപയാണ്. അത് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ടെസ്ല വാങ്ങാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായും വലിയൊരു വിപണി ടെസ്ലയ്ക്ക് മുമ്പിൽ തുറന്നു കിട്ടും. തീരുവ കുറയ്ക്കുന്നത് കൊണ്ടും അമേരിക്കൻ വിപണിക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നതുകൊണ്ടും ട്രംപ് ഹാപ്പിയാവും. ഇന്ത്യയെ പോലൊരു വലിയ വിപണി തുറന്നു കിട്ടുന്നതോടെ, അതും കുത്തകാവകാശം ലഭിക്കുന്നതോടെ മസ്കും ഹാപ്പിയാകും. ഏറെ വൈകാതെ ഉത്തരവ് പുറത്തു വന്നേക്കുമെന്നും ടെസ്ല കാറുകൾ ഇന്ത്യയുടെ തെരുവുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുമെന്നും വ്യക്തമായിട്ടുണ്ട്. ടെസ്ല വന്നാൽ അത് വാങ്ങാൻ തയ്യാറെടുത്ത് ലക്ഷക്കണക്കിന് ഇടത്തരക്കാരും മുകളിലേക്കുള്ളവരുമാണ് കാത്തിരിക്കുന്നത്. ഇന്ത്യൻ വിപണി കീഴടക്കാൻ ടെസ്ല എത്തുമ്പോൾ ആഭ്യന്തര വിപണിക്ക് വലിയ ക്ഷീണമുണ്ടാവും. ടാറ്റയും മഹീന്ദ്രയും അടക്കമുള്ള കമ്പനികളുടെ ഇലക്ട്രിക് കാർ വിപണി പിറകോട്ട് പോകും. ഇപ്പോൾ തന്നെ ഇലക്ട്രിക് കാർ വിപണിക്ക് ഒരു ആശങ്കയും മറ്റുമുണ്ട്. ആ വിപണി പിറകോട്ടടിക്കുന്ന സാഹചര്യമുണ്ടാവും. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ മഹീന്ദ്രയുടെ ഓഹരി മൂല്യം ഇടിഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ആഭ്യന്തര കാർ വിപണിയെ വല്ലാതെ ബാധിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ട്. പക്ഷെ നല്ല വില കൊടുത്ത് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തോഷ വാർത്തയാണ്. അവൻ്റെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ടെസ്ലയുടെ ആധുനിക കാർ വാങ്ങാൻ അവൻ അവസരം കിട്ടും. മൂലധന വിപണിയിൽ ഏറ്റവും നിർണായകമാവുന്നത് വാങ്ങുന്നവരുടെ താല്പര്യവും സൗകര്യവും തന്നെ.